ഹേ ഓൾ, ഇന്ന് നമുക്കൊരു സിമ്പിൾ പുഡിംഗ് റെസിപ്പി ആകാം. 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡറും 2 സ്പൂണ് കോൺഫ്ലവർ പൗഡറും കൂടെ കുറച്ച് പാലിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാലൂടെ വേണം. അതിലോട്ട് വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് നമുക്കതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നേരത്തെ മാറ്റി വെച്ച ബാറ്റർ അതിലോട്ടൊന്ന് ചേർത്തെടുത്തിട്ട് കുറുക്കിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് മധുരവും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തന്നെ 2 to 4 ഹവേഴ്സെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യുക. എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ 1 മണിക്കൂറിനുള്ളിൽ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുഡിംഗ് റെസിപ്പിയിൽ നല്ലൊരു റെസിപ്പിയാണിത്. വലിയൊരു ടേസ്റ്റൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാലും കുഴപ്പമൊന്നുമില്ല.